ഈ ഒരു ഡേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അത്ര സ്പെഷ്യലാണ്. എല്ലാവരും അത്ര വെയിറ്റ് ചെയ്തിരുന്ന ഡേ ആണ്. ഞാൻ ആദ്യമായിട്ട് അവസാനമായിട്ട് പ്രപ്പോസ് ചെയ്ത് ഇവിടെ വെച്ചത്. അത് ഇവിടാന്ന് നിൽക്കുന്ന നമ്മള് ഇരിക്കുന്ന നമ്മള്. He's such a gem actually. He's a gem of a person. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവനെ. ഞാനാണ് അവൻ ആദ്യം പ്രപ്പോസ് ചെയ്തത്. അത്ര സക്സസ് ആയില്ല. പക്ഷെ അത് കഴിഞ്ഞ് അവൻ തന്നെ വന്ന് എന്നോട് തിരിച്ചു പറഞ്ഞു. ആൻഡ് ഐ ഫെൽ ഇൻ ലവ് വിത്ത് ഹിം. കഴിഞ്ഞൊരു 2.5 വർഷമായിട്ട് എൻ്റെ ലൈഫിൽ കുറേ ബാഡായിട്ടുള്ളതും ഗുഡായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ അവൻ നല്ല കട്ടയ്ക്ക് എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. ആൻഡ് ഐ എം റിയലി ലക്കി ടു ഹാവ് ഹിം. ഐ ലവ് യു സോ മച്ച്. കുളിര കൊഞ്ചും കുയില കൂടെ പുയല കാറ്റിൻ മകള മഴയിൽ വീസും മണ്ണിൻ മണമ മനസ്സോരസിട്ടാടി ആടും മയിൽ മോഹം അഴക അവ അഴുമ്പോതും അവളോ അഴക. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പൊ നല്ല കൂളാണ്. എനിക്ക് മണ്ണത്തിലെത്തി ആ ഡുണ്ടുണ്ടും മേളം തൊടിയ എനിക്ക് നെഞ്ചിലൊരു പടവടം. ഇവൻ ഇപ്പോഴായിരിക്കും ടെൻഷൻ. താലി കെട്ടാനുള്ളൊരു ടെൻഷൻ ഉണ്ടാവും. സോ ഹാപ്പി ആൻഡ് സോ ഗ്രേറ്റ്ഫുൾ. സീരിയസ്ലി നല്ല ഹാപ്പിയാണ്. B.Ed കോളേജിൽ വെച്ചിട്ടാണ് ഞാൻ രേവതി പരിചയപ്പെടുന്നത്. ഓക്കെ, എൻ്റെ ക്ലാസ്സിൽ ടോട്ടലി 13 സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, അതിൽ 12 പേര് ഗേൾസും ഒരു ബോയ് ഉണ്ടായിരുന്നുള്ളൂ. ഞാനൊരു ബെഞ്ചിൽ ഒറ്റയ്ക്കായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ പറഞ്ഞു ഈ കുട്ടിയെ ഒറ്റയ്ക്ക് ഇരുത്തരുതെന്ന് പറഞ്ഞു. ആ ദിവസം എൻ്റെ അടുത്ത് വന്നിരുന്ന കുട്ടിയാണ് ഇന്നിപ്പോൾ ഞാൻ കല്യാണം കഴിച്ച കുട്ടി, അതായത് രേവതി. സഞ്ജു ആണെങ്കിലും ദേവു ആണെങ്കിലും രണ്ടുപേരും നമുക്ക് ഭയങ്കര കണക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. എല്ലാ ഇമോഷൻസിനാണെങ്കിലും എന്തിനും നമ്മുടെ കട്ടയ്ക്ക് നിൽക്കുന്ന ആളാ രേവു. I just want to say my personal advice: live life to its fullest. രണ്ടുപേർക്കും ഞങ്ങളുടെ വക ഹാപ്പി മാരീഡ് ലൈഫ്.